ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും സംഘവും എങ്ങനെയാണ് വെട്ടിലായത്? ഇത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ 1998 സ്വർണം പൂശിയിരുന്നു. അത് 40 വർഷത്തെ ഗ്യാരണ്ടി ആയിരുന്നു. 2040 വരെ. സ്വർണ്ണമൊന്നും അങ്ങനെയൊന്നും തേഞ്ഞു മാഞ്ഞം അതിൻ്റെ നിറം ഭംഗിയൊന്നും പോവില്ല നമുക്കറിയാം. പക്ഷേ എങ്കിലും 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തു 1998. അത് 2038 2040 വരെ അത് തിളങ്ങി തന്നെ നിന്നല്ലേ പറ്റുള്ളൂ. അതിലപ്പുറം പോകും, സ്വർണ്ണമല്ലേ. രണ്ടാമത് 2019 ഈ പോറ്റി തന്നെ ഇതിൻ്റെ ഈ ശില്പത്തിന് കളർ മങ്ങിപ്പോയി, സ്വർണ്ണമല്ല അത് കോപ്പർ പ്ലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അന്നിരുന്നവരെ വെള്ളത്തിലാക്കി. അത് ചെന്നൈക്ക് കൊണ്ടുപോയി പോറ്റി തന്നെ, അത് ആ കഥകളൊക്കെ നമുക്കറിയാം. അതേ കുറച്ച് സ്വർണ്ണമൊക്കെ പൂശി ആ കോപ്പർ പ്ലേറ്റിന് മുകളിൽ ഒരു ചെറിയ തിന്നായിട്ടുള്ള നേർമയേറിയ ഒരു സ്വർണം പൂശലങ്ങ് പൂറ്റി, ബാക്കി സ്വർണ്ണമൊക്കെ അടിച്ച് അന്നേ മാറ്റി. ഇതിനിടെ പുതിയ പ്രസിഡന്റ് 2025. അപ്പം നേരത്തെ ഉള്ളതിന് ആ ചെറിയ പൂശൽ പിടിക്കപ്പെടുമെന്നൊക്കെ തോന്നി. അതും കവർ ചെയ്യാനായിട്ട് ഈ പുതിയ പ്രസിഡന്റ് അതിന് കുറേ സ്വർണം ലഭിക്കില്ല, എന്തായാലും ആ സ്വർണമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി പുതിയ പ്രസിഡന്റ് പ്രശാന്തും സംഘവും അത് പോറ്റിയെ ഏൽപ്പിക്കാതെ ഇവിടുത്തെ ദേവസ്വം ബോർഡിലെ ചില ആളുകൾ സത്യസന്ധരാണ് ഞങ്ങൾ എന്ന് തെളിയിക്കാൻ ഇവിടുന്ന് അവരാണ് കൊണ്ടുപോയത്. എന്താണ് ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർ വന്നാൽ അവർക്ക് 100,000 ജോലിയുണ്ട്. അവർ വന്ന ഉടനെ സ്വർണത്തിൻ്റെ നിറം മങ്ങിയോ ഇതാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. കാരണം അതിനകത്തു നിന്നാണല്ലോ വെട്ടുമേനി കിട്ടുന്നത്. അതിന് മങ്ങലുണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. 98 മുതലുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴ് ഇവർ അത് സ്വർണം മങ്ങലായിപ്പോയി പൂശിയത്, അതുകൊണ്ട് അതെ പൂശണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ തട്ടിക്കാനും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ദേവസ്വം ബോർഡ് സ്റ്റാഫ് തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോയത് സുദർശൻ എന്ന മെമ്പർ, ദേവസ്വം ബോർഡിലെ മെമ്പറുണ്ട്, ബോർഡ് സെക്രട്ടറി ബിന്ദു, പിന്നെ തന്ത്രി മഹേഷ് മോഹനര് തന്ത്രി, OG ബിജു എക്സിക്യൂട്ടീവ് ഓഫീസർ, ശ്രീനിവാസൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പിന്നെ ഹേമന്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ ബെല്ലാരി ജൂവലറി പാണ്ഡുരംഗ ഗോവർദ്ധൻ, അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. BS രാജേന്ദ്ര പ്രസാദ് 2020 എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇങ്ങനെ 8-9 പേരാണ് ഈ കള്ളക്കളിക്ക് കൂട്ടുന്നത്. ഏതായാലും ഹൈക്കോടതിയിലെ ഈ കണ്ടെത്തൽ ഇപ്പോൾ അതേ ഇരിക്കുന്നത് കോപ്പർ പ്ലേറ്റ് ആണ്, സ്വർണ്ണമെന്ന് അത് അടിച്ചു മാറ്റിയിരിക്കുന്നതെന്നൊക്കെ SITയുടെ കണ്ടെത്തൽ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ടായിട്ട് കൊടുത്തു. അവിടെ ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KB വിജയകുമാറും ഈ റിപ്പോർട്ട് പരിശോധിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം SIT ചീഫ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേലധികാരി ശശിയുടെ അടുത്ത് കേസെടുക്കുന്നതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇവർ ആ SIT സൂപ്രണ്ട് S ശശി അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് സസൂക്ഷ്മം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചിട്ട് അതിനകത്ത് ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു. ഇതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഏതായാലും ഈ SIT സംഘം ജൂലൈ 29 ഹൈക്കോടതി കൊടുക്കും എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സംഭവം ഇവർ നടത്തിയതിനകത്ത് അവർ ചെയ്ത ഒഫൻസസ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്. അത് BNS 316(2) പ്രകാരം. പിന്നെ അതിനകത്തൊരു ഫോർജറി ഉണ്ട്. ആ ഫോർജറി 316(5) പ്രകാരമാണ്. പിന്നെ ക്രിമിനൽ കോൺസ്പിറസി ഗൂഢാലോചന ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് 336(2) അതാണ് കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ തട്ടിച്ചെടുക്കുകയാണ് ആ സ്വർണം. അപ്പോൾ അതിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു, പ്രതിസ്ഥാനത്ത് ചേർത്ത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അറസ്റ്റിലേക്ക് നീങ്ങും. ഈ 9 പേരെയും SIT അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.
എന്തായാലും 98 നമ്മളൊരു കാര്യം മറന്നു പോകരുത്. 98 പൂശിയ സ്വർണം ഒറിജിനലായിട്ട് പൂശിയതാണ്. അത് കോപ്പർ പ്ലേറ്റ് മുകളിൽ ആവശ്യത്തിന് സ്വർണം പൂശിയതാണ്. 40 വർഷത്തെ ഗ്യാരണ്ടി ആ പൂശിയവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 40 വർഷം 2026 വരെ അല്ലേ എത്തിയുള്ളൂ. ഇനി കിടക്കുന്ന 14 വർഷം ഗ്യാരണ്ടിക്ക്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യമായി ഇത് കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യുന്നത് കാണുന്നു. ഇപ്പോൾ തട്ടിപ്പ് എങ്ങനെയാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതാണ് തട്ടിപ്പ്. ഈ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ശബരിമലയിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും വന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഇങ്ങനെയാണ്. അവർക്കൊക്കെ മറ്റ് ജോലിയൊന്നും ചെയ്യാനില്ല. വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവർ ഓടിപ്പോയി ദ്വാരപാല ശില്പത്തിൽ തിളക്കം കുറവുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. പിന്നെ പണിയായി, പണമായി, സാമ്പത്തിക നേട്ടമായി അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇപ്പോൾ സ്വർണം കണ്ടാൽ ഏത് അമ്പലവാസികളും ഏത് പൊസിഷനിൽ ഇരുന്നാലും ശരി അടിച്ചു മാറ്റുന്ന അതാണ് ഇന്ത്യയിൽ പൊതുവെ നമ്മൾ കാണുന്നത്. കേരളത്തിലും അത് തന്നെ. കേരളത്തിലെ അമ്പലങ്ങളിലെങ്ങും ഒരു കഴമ്പ് സ്വർണം പോലുമില്ല, വെള്ളിയില്ല. അവിടെയുള്ള പൈസയും അടിച്ചു മാറ്റി. എല്ലാ അമ്പലങ്ങളിലെ സ്ഥിതി അത് തന്നെ. നമ്മൾ ഓരോ ദിവസം നമ്മൾ ആ വാർത്തകൾ വായിക്കുന്നതാണ്. അപ്പോൾ സ്വർണം എവിടെ വെച്ചാലും അമ്പലത്തിലായാലും ദൈവത്തിൻ്റെ ആയാലും ശരി അത് അടിച്ചു മാറ്റി കളയും മനുഷ്യർ. അതാണ് ശബരിമല കേസിനകത്ത് ഇത്രയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും അവിടെ ജീവനക്കാരാകാനുള്ള തള്ള് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്.